എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മാസ്റ്റർട്ടിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Three of Cups, Magician energy, World card, Ace of Pentacles, Judgment energy, 10 of Cups. Three of Cups and Judgment energy connections നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് മാനസികമായിട്ട് നിങ്ങൾ കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ തൽപരരാകുന്നുണ്ട്. ഒരു സെൽഫ് റിയലൈസേഷൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നർ, അതായത് നിങ്ങൾ ആരാണ് ശരിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുന്ന സമയം എന്ന് പറയാം. പൂർണ്ണമായിട്ടും നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പൊതുവെ നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമോ, അല്ലെങ്കിൽ അപ്പോൾ നമ്മളെ തന്നെ ചിലപ്പോൾ ജഡ്ജ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് മാറി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ ചുറ്റുമുള്ള ആളുകളെ മാത്രമല്ല, നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്നു. പലപ്പോഴും ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെയാണെന്ന്, പക്ഷെ നമ്മളൊരിക്കലും നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. സെൽഫ് അക്സെപ്റ്റൻസ് വേണ്ടുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യമാണ്. കാരണം നിങ്ങൾ ആത്മീയമായിട്ട് വളരെയധികം ഒരു ആത്മീയ ഉണർവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്നർ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ കുറച്ചുകൂടി ഓപ്പൺ ആവണം. നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തണം. അത് പലർക്കും കഴിയാത്തൊരു കാര്യമാണ്. സ്വയമേ തന്നെ ചതിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ നമുക്ക് ചതിക്കാം, സ്വയം ചതിക്കാൻ എന്നുള്ളൊരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടും എന്നുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഒത്തിരി സമയമെടുക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്വയമുള്ളൊരു സെൽഫ് ഡൗട്ട് ഉണ്ടല്ലോ, അത് മാറ്റി വരുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശരിയായിട്ടുള്ള യാഥാർത്ഥ്യ സ്വഭാവം, രീതിക്ക്, ആറ്റിറ്റ്യൂഡ്, ജീവിതത്തോടുള്ള ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നൊരു സമയം, അല്ലെങ്കിൽ ആ ഒരു സമയത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒത്തിരി തൃപ്തി ജീവിതത്തിൽ അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത്, അതായത് മനസ്സിന് വളരെയധികം ശാന്തത, സ്വസ്ഥത, തൃപ്തിയൊക്കെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സമയം ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കണ്ടെത്തുന്ന വ്യക്തികൾ നിങ്ങളായിട്ട് സൗഹൃദം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫാമിലിയിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആരാണ്, എന്താണ് എന്നുള്ളത് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പോസിറ്റീവ് എനർജി മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ബന്ധം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പെട്ടെന്ന് കാണുന്നു ഉള്ളൊരു സൗഹൃദങ്ങൾ വലിയൊരു ഡീപ്പായിട്ടുള്ള സൗഹൃദത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം. അതായത് പുതിയ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്, ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ അവരോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കുന്നു, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പുതിയ ഇഷ്ടങ്ങൾ, ഹോബീസ്. അപ്പോൾ നിങ്ങളുടെ ചില ഹോബീസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു അത് ഒരുമിച്ച് ചേർന്ന് ചെയ്യാനൊരാളില്ല എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അങ്ങനെയുള്ള ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു തൃപ്തിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നല്ല ആളുകളെ പരിചയം, അതായത് വെറുതെ ഇരുന്ന് ഒരു സമയം തള്ളി നീക്കുന്ന രീതിയിലല്ല, വളരെ യാഥാർത്ഥ്യത്തോടടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പോൾ ആത്മീയ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ഫിലോസഫിക്കലായിട്ടുള്ള അതുപോലുള്ള മേഖലയിലെ ആളുകളായിട്ട് കൂടുതൽ പരിചയപ്പെടുന്നുണ്ട്. ആ ഒരു ഡിസ്കഷൻ, പിന്നെ പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കുക, പുസ്തകങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വർഷം എന്ന് വെച്ചാൽ സെലിബ്രേഷൻ്റെ സമയമാണ്, ആഘോഷങ്ങളുടെ സമയമാണ്. അപ്പോൾ പുതിയ പല കാര്യങ്ങളും നിങ്ങൾ നേടുന്നുണ്ട്. അപ്പോൾ പുതിയത് നേടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കും, നമ്മുടെ സുഹൃത്തുക്കൾ, ചുറ്റുമുള്ള ആളുകളായിട്ട് ആ സന്തോഷം പങ്കുവയ്ക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തൃപ്തി തരുന്ന കാര്യങ്ങളാണ്.
പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മെജിഷ്യൻ എനർജി ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് എന്നുള്ളത് ഒരു ഫീലിംഗ്. അതായത് നിങ്ങളിത് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്സ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ മാനിഫെസ്റ്റേഷൻ ടൈം എന്ന് പറയുന്ന ഒരു സമയം, അതായത് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്ന് നേടാൻ പറ്റുന്നൊരു സമയം. അപ്പോൾ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ തൽപരരായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്യാൻ, അഫർമേഷൻസ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നേടാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചില ഒരാൾക്ക് ജോലി, വിചാരിച്ച വീട്, വിചാരിച്ച കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക. അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള അഫർമേഷൻസ് കാര്യങ്ങൾ അതിലൂടെ പറയുന്നതായിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന എന്ത് കാര്യം, വാട്ട് എവർ യു നീഡ്, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവാണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ നേടാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് പുതിയ പല കാര്യങ്ങളും നേടുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തൃപ്തി തരുന്നു. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് കയറുന്നപ്പോൾ ഉള്ള ജോലിയിൽ പ്രൊമോഷൻ സാധ്യതകളും മറ്റും സൂചിപ്പിക്കുന്ന എന്തായാലും നിങ്ങളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ള രീതിയിൽ അതിപ്പോൾ അവസരങ്ങൾ ഒത്തിരി നിങ്ങളെ തേടി വരുന്നുണ്ട്. പുതിയ ജോലിയാവും, ബിസിനസ്സാവും, അതുപോലെയുള്ളൊരു കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു ഗ്രീഡി, ഒരു അത്യാഗ്രഹത്തോട് കൂടിയിട്ട് കാണുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളും ജോലിയിലാണെങ്കിലും ഒക്കെ ഉയർച്ച ഉണ്ടാകുമ്പോൾ അതിനെ ആ ഒരു രീതിയിൽ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഓവറായിട്ട് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകുന്നില്ല. പിന്നെ മെജീഷ്യൻ ആൻഡ് 10 of Cups എനർജി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചാൽ നിങ്ങൾ തൃപ്തരാണ് പൊതുവെ എന്ന് നമുക്ക് പറയാം. അതായത് തുടങ്ങുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പര്യവസാനിപ്പിക്കാൻ പറ്റും. അത് എന്ത് കാര്യമാണെങ്കിലും തുടങ്ങുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പര്യവസാനിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരു നല്ലൊരു കുടുംബ അന്തരീക്ഷം നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് സമയം ചില ആളുകൾ ഇപ്പോൾ നിങ്ങൾ കൂട്ടുകുടുംബം എന്നുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വഴി അങ്ങനെ ഒരുമിച്ച് മാറണോ എന്നുള്ളൊരു ചിന്ത സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഒരു ഇതനുസരിച്ചായിരിക്കും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു ഒരുമിച്ച് ചേർന്നുള്ളൊരു കുടുംബം അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് ആ ഒരു കൂട്ടുകുടുംബമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാം. അത് എല്ലാവരിലും അങ്ങനെ ആകണമെന്നില്ല. നിങ്ങളുടെ അന്തരീക്ഷം, കുടുംബ അന്തരീക്ഷത്തിനനുസരിച്ചിട്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ഫാമിലി അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അത് ഒരുമിച്ച് പോകുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. പക്ഷെ പൊതുവേ നല്ലൊരു കുടുംബാന്തരീക്ഷം സാഹചര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ വീട് വെച്ച് മാറാനുള്ള സാഹചര്യവും ചില ആളുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വീട് വെച്ച് മാറുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എല്ലാവരും ഒരുമിച്ചാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ്, ഇതൊക്കെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ, പേഴ്സണൽ ലൈഫാണ്, അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത്. അതേപോലെ വേൾഡ് കാർഡ് ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പോൾ ഈ യാത്രകൾ ഒത്തിരി നടക്കുന്ന അല്ലെങ്കിൽ യാത്രകൾക്ക് സാധ്യതയുള്ളൊരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒത്തിരി വർഷങ്ങളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ചില ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള ചില എൻഡിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഇവിടെ ഒരു ഫെയർവെൽ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഏതൊരു സുഹൃത്തും ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതാവാം, മറ്റൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, മറ്റൊരിടത്തേക്ക് ചേക്കേറി പറക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള അവസരം നിങ്ങളെ തേടി വരുന്നതാണ്. അതല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ യാത്രകൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വിദേശത്തേക്കും യാത്ര ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതൊരു ഫാമിലി ആയിട്ടുള്ളൊരു ട്രിപ്പ്, അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. അതേപോലെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ജോലി സംബന്ധമായിട്ട് യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ആതൊരു സേവനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരവും സൂചിപ്പിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.